കോൺഗ്രസിന്റെ ഉണർത്തുപാട്ടായി കഴിഞ്ഞ 7 വർഷം കൊണ്ട് 2400 പൊളിറ്റിക്കൽ സ്റ്റോറീസ് കൈകാര്യം ചെയ്ത ഓൺലൈൻ മീഡിയയാണ് മീഡിയ ഗ്രാമം. ഈ 7 വർഷത്തിനുള്ളിൽ ഇതിന്റെ പേരിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെയും തിണ്ണനിറങ്ങാനും ഞങ്ങൾ പോയിട്ടില്ല. ഇന്ത്യൻ മതേതരത്വം ശക്തി പ്രാപിക്കണമെന്നും വർഗീയ ശക്തികളെ തൂത്തെറിയപ്പെടണമെന്നുമുള്ള അതിമോഹമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടാറുമില്ല. ആ അനിഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് ചിലത് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല, അവർ വയനാട്ടിലായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചു, ദില്ലിയിലെ BJP വിജയത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന്. ആദ്യം അവർ പറഞ്ഞു, ഞാൻ ഡൽഹി ഇലക്ഷൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. പിന്നെ കൂട്ടിച്ചേർത്തു, AAP ഭരണം ജനങ്ങൾക്ക് മടുത്തു, അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ വിജയമെന്ന്. ഗ്രാമാറ്റിക്കലി ഇതൊരു കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവന തന്നെയാണ്. പിന്നെ അവർ ഡൽഹിയിലെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നതും. വിജയിച്ചവർ അനുമോദിക്കുകയും തികച്ചും ലാഘവ ബുദ്ധിയോടെ പ്രതികരണം നടത്തുകയും ചെയ്ത പ്രിയങ്കയുടെ മനസ്സിൽ എന്താണ്? സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ ചോദിക്കുന്നത് സത്യത്തിൽ ആരാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്നതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രിയങ്ക എത്തിയാൽ അത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ശക്തിയായി മാറും എന്ന് വിചാരിച്ച മതേതര പ്രവർത്തകരെല്ലാം പ്രിയങ്കയുടെ പ്രസ്താവനയിൽ തലകുമ്പിട്ടുപോയി. കോൺഗ്രസ് കേന്ദ്രീകൃത പ്രവർത്തനം നടത്താൻ ആഗ്രഹിച്ച 35 സീറ്റുകളിൽ അൽക്കാലാമ്പ മത്സരിച്ച ഒറ്റ സീറ്റിൽ മാത്രമാണ് പ്രിയങ്ക പ്രചാരണത്തിനെത്തിയത്. പക്ഷേ ആ അൽക്കാലാമ്പ ചെറിയ വോട്ടിന് 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. കപിൽ സിബൽ, ഗുലാം നബി ആസാദ്, അനന്ത് ശർമ്മ, ശശി തരൂർ തുടങ്ങി ബുദ്ധിയും വിവേകവുമുള്ള സകലരെയും ഓടിച്ച് ഈ പാർട്ടി ഇപ്പോൾ നയിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്ന സമയത്ത് അതിൽ നിന്നും ഒളിച്ചോടി കോൺഗ്രസിനെ തകർക്കുന്ന ഒരു ഉപജാപക സംഘം പ്രിയങ്കയെയും പിടികൂടിയോ എന്നതാണ് സംശയം. ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് നടത്തേണ്ടിയിരുന്ന ഒരു മുന്നൊരുക്കവും ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടില്ല. പ്രതിപക്ഷ MP-മാർ പറന്നിറങ്ങുന്ന ഈ ആസ്ഥാന നഗരം തങ്ങളുടെ അധികാര പരിധിയിൽ ഏൽപ്പിക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ടോ ശ്രമിച്ചില്ല. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് കോൺഗ്രസ് സംഭൂജരായി എന്നുള്ളത് അപമാനം തന്നെയാണ്. മരുന്നിനൊരു സീറ്റെങ്കിലും സ്വന്തമാക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാണെന്ന് നമ്മൾ എത്ര വട്ടം പറഞ്ഞു. യഥാർത്ഥ ലീഡർഷിപ്പുള്ള നേതാക്കന്മാരെയെല്ലാം അരിഞ്ഞിട്ട് സ്തുതി പാഠകരുമായി കോൺഗ്രസിന് ഇനി എത്ര നാൾ മുൻപോട്ട് പോകാൻ കഴിയും? ഒരു കനൽ തരി പോലുമില്ലാതെ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരവും വമ്പൻ നേതാക്കന്മാരുടെ വസതിയും സ്ഥിതി ചെയ്യുന്ന ഈ ഇന്ദ്രപ്രസ്ഥം കൂടി BJPക്ക് മുൻപിൽ അടിയറ വെച്ചതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഈ നേതൃത്വത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന. ഗാന്ധി കുടുംബം കോൺഗ്രസിന്റെ വിശാല ജനകീയ നേതൃത്വത്തിന്റെ മുൻപിൽ വിലങ്ങുതടിയാവുകയാണ് എന്ന് കാത്തിരുന്ന് കാണാം.